പോയാൽ എനിക്ക് ബുദ്ധിമുട്ടില്ല. എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു പ്രവൃത്തി അവർ ചെയ്യുന്നില്ല. ഇതാരാന്നറിയോ നിങ്ങൾക്ക്? ഇതാണ് നമ്മളെ കൃഷ്ണകുമാറിൻ്റെ ഏറ്റവും വലിയ സന്തതി അൻസിക. ഇവളും തുടങ്ങി മക്കളെ സബ്സ്ക്രിപ്ഷൻ. കുറേ ആൾക്കാർ ഇതിൽ നിന്ന് ലക്ഷങ്ങൾ വരുമാനം ഉണ്ടാക്കി. അവരാരുടെ കൂടെ പോകുന്നു, എന്തിനു പോകുന്നു എനിക്ക് ബുദ്ധിമുട്ടേ. അത് അവരുടെ ഇഷ്ടമാണ്. പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ അവരുടെ സ്വാതന്ത്ര്യമാണ്. എത്ര നല്ലൊരു അച്ഛൻ! അപ്പോൾ ഇതുപോലത്തെ അച്ഛനെ എവിടൊന്നും കിട്ടൂല. മക്കൾ ഏത് വഴിക്ക് എങ്ങനെ പോയാലും ഒരു കംപ്ലൈൻറ്റും പറയാത്ത അച്ഛൻ. അത് അച്ഛൻ പറയുന്നത് കാര്യമാണ്. കാരണം 18 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മക്കളോടൊന്നും പറഞ്ഞു കൊടുക്കണം. പിന്നെ ബുദ്ധിയില്ലാത്ത മക്കളായി കഴിഞ്ഞാൽ അച്ഛൻ എത്ര വല്ല മക്കൾക്ക് 50 വയസ്സായാലും നമ്മൾ പറഞ്ഞ് നിർത്തേണ്ടടുത്ത് നിർത്തി തന്നെ വേണം. അപ്പോൾ ഇവളും തുടങ്ങി സബ്സ്ക്രിപ്ഷൻ. ഒരുപാട് ഇൻഫ്ലുവൻസിങ് ആൾക്കാർ ഇതുപോലത്തെ വീഡിയോ കാണാനെല്ലാം ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പം 900 കഴിഞ്ഞു ഉള്ള സബ്സ്ക്രിപ്ഷൻ. ലക്ഷങ്ങൾ വരുമാനം ഉണ്ടാക്കുന്നു. അവനവൻ്റെ ശരീരം തുറന്ന് കാണിച്ചു കൊടുത്തിട്ടാണ് ലക്ഷങ്ങൾ വരുമാനം ഉണ്ടാക്കുന്നത്. ഇപ്പം അടുത്തായിട്ടൊരു സിനിമയിലേക്ക് പോകാനിരിക്കുകയാണ് ഇവൾ ഈ സബ്സ്ക്രിപ്ഷൻ പരിപാടി തുടങ്ങിയത്. ഈ സിനിമയിലേക്ക് കടക്കുന്ന ഇവൾ ഈ ഒരു പരിപാടി ചെയ്യണമെന്നാണ് ഇപ്പോൾ എല്ലാവരുടെയും ഒരു ചർച്ചാ വിഷയം. കൃഷ്ണകുമാർ സാറിൻ്റെ ഏറ്റവും ഇളയ സന്തതി ഇത്. ചേച്ചിമാരൊന്നും എടുക്കാത്ത പണിയാണ് ഇപ്പോൾ ഇവൾ എടുക്കുന്നത്. കാരണം ചേച്ചിമാരാക്കാട്ടി ലക്ഷങ്ങൾ ഉണ്ടാക്കണമെന്ന് കരുതിയിട്ട്. അപ്പം ഇതിലാരും ഇവിടെ ചോദ്യം ചെയ്യില്ല. കാരണം അവനവൻ്റെ ശരീരം അവനവൻ്റെ ഇഷ്ടപ്രകാരം മറ്റുള്ളവർക്ക് കാഴ്ച വെക്കും. അപ്പോൾ ഇവിടെ ഒരു ചർച്ചയും ഇല്ല. അതുകൊണ്ട് ഏറ്റവും എളിയ സന്ധി നല്ലൊരു വഴിയെ കണ്ടെത്തുക. ലക്ഷങ്ങളിങ്ങനെ സമ്പാദിക്കാൻ പറ്റിയ വഴി. ഈ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്ന പരിപാടി ഒരു കാലത്ത് ഇൻസ്റ്റാഗ്രാം എടുത്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും ഇവരുടെയൊക്കെ അവസ്ഥ? ചിന്തിക്കാൻ ഈ വയ്യ.